Hello everyone, welcome to EduPod Plus One Commerce and Humanities channel. It's me, your Nafi. അപ്പോൾ മക്കളെ നിങ്ങളുടെ +1 ഹിസ്റ്ററിയുടെ മോഡൽ എക്സാം കൂടെ അടുത്തെത്തില്ലേ. അപ്പോൾ ഈ മോഡൽ എക്സാമിന് 100% ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത്, ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാക്രമത്തിൽ ഇത് അല്ലെങ്കിൽ നമുക്ക് കുറേ സംഭവങ്ങൾ തരും. ആ തരുന്ന സംഭവങ്ങളെ നമ്മൾ ഓർഡർ ആക്കി എഴുതണം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഉറപ്പാണ് നിങ്ങളുടെ മോഡൽ എക്സാമിനും അതിനുശേഷം നടക്കുന്ന പബ്ലിക് എക്സാമിനും ചോദിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വെക്കണം. കാലഗണനാക്രമത്തിൽ ഇത്. അപ്പോൾ ഇത് ചോദിക്കുക, പാത്ത് ടു മോഡേണൈസേഷൻ അഥവാ ആധുനികത്തിലേക്കുള്ള വഴികൾ, നവീകരണത്തിലേക്കുള്ള വഴികൾ എന്നുള്ള ഹിസ്റ്ററിയിലെ അവസാനത്തെ ചാപ്റ്ററിൽ നിന്നാണ് എന്ത് വരിക, ഈ ഒരു കാലഗണനാക്രമത്തിൽ ഇത് അഥവാ ക്രൊണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളും ആ സംഭവങ്ങളുടെ വർഷവും പഠിച്ചു വെക്കണം. കാരണം നിങ്ങളുടെ എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് റൈറ്റ് ദ ഫോളോയിങ് തിങ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ എഴുതാൻ പറയും. എന്നിട്ട് ഈ സംഭവങ്ങൾ ഇങ്ങനെ തരും. സംഭവങ്ങൾ മാത്രമേ തരുള്ളൂ, എന്ത് തരില്ല, ഇയേഴ്സ് അഥവാ വർഷങ്ങൾ തരില്ല. വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തലയിൽ നിന്ന് ഓർത്തെടുത്തിട്ട് ഇതിനെ ഓർഡർ ആക്കി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചത് ഈ 4 സംഭവങ്ങൾ എന്തൊക്കെ, ലോങ് മാർച്ച്, റൂസോ ജപ്പാനീസ് വാർ, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ, അതേപോലെ ഡെത്ത് ഓഫ് സന്യാസൻ്റെ മരണം. അപ്പോൾ ഈ രീതിയിൽ 4 സംഭവങ്ങൾ തന്നിട്ട് ആ സംഭവങ്ങളുടെ ഇയർ നമുക്ക് തരില്ല, നമ്മളോട് എന്താക്കി തരാൻ പറയും, ഓർഡർ ആക്കിയിട്ട് എഴുതാൻ പറയും. 4 മാർക്കിൽ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമായിട്ട് മോഡലും. അപ്പോൾ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ സംഭവം എന്താ, ഫസ്റ്റ് ഓപ്പിയം വാർ അഥവാ ഒന്നാം കറുപ്പ് യുദ്ധം. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ആ സംഭവത്തിൻ്റെ വർഷവും പഠിച്ചു വെക്കണം. ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. എന്താ, നിങ്ങൾ ഈ സംഭവത്തെ ഒരു വണ്ടിയായിട്ട്, അതായത് ഓപ്പിയം എന്നുള്ളതൊരു വണ്ടിയായിട്ടും ആ വണ്ടിയുടെ നമ്പർ 1830. അപ്പോൾ ഓപ്പിയം എത്രയാ, 1839 അല്ലേ, 1839. അങ്ങനെ ഈ ഓരോ സംഭവത്തെയും ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു വണ്ടിയായിട്ടും ആ വണ്ടിയുടെ നമ്പറായിട്ട് ഇയർ അഥവാ വർഷത്തെയും നിങ്ങൾ സെറ്റാക്കിയാൽ നിങ്ങൾക്ക് കുറേയൊക്കെ പഠിക്കാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ, nafi.edupod എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിലാണ്. നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചോ, നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ വർഷം എന്താ, ഫസ്റ്റ് ഓപ്പിയം വാർ ഒന്നാം കറുപ്പ് യുദ്ധമാണ്. ഏത് വർഷമാണ്, 1839 കേട്ടോ. അടുത്ത എന്താടാ, മാറ്റ്യൂപ്പരീസ് അറൈവൽ ജപ്പാനിലേക്ക് മാറ്റ്യൂപ്പറി വന്നത്. അപ്പോൾ മാറ്റ്യൂപ്പറി എന്ന് പറഞ്ഞ വണ്ടിയുടെ നമ്പർ എത്രയാ, 1853, 1853. മേജി റിസ്റ്റോറേഷൻ അഥവാ മേജി പുനഃസ്ഥാപനം ഏത് വർഷം, 1868. എൻഡ് ഓഫ് ഷോഗൻ റൂൾ, ഷോഗൻ ഭരണത്തിന് അവസാനം ഏത് വർഷം, 1868. റൂസോ ജപ്പാനീസ് വാർ അഥവാ റഷ്യയും ജപ്പാനും തമ്മിലുള്ള യുദ്ധം ഏത് വർഷമാണ്, 1905. റിവോൾട്ട് അണ്ടർ സന്യാസൻ എഗെയിൻസ്റ്റ് ദ മാഞ്ചു എംപയർ അല്ലെ, മാഞ്ചു സാമ്രാജ്യത്തിനെതിരെ സന്യാസൻ നടത്തുന്ന കലാപം ഏത് വർഷമാണ്, 1911. എ റിപ്പബ്ലിക് അണ്ടർ സന്യാസൻ ഇൻ ചൈന. അതേ വർഷം തന്നെയാണ് ചൈനയിൽ എന്ത് സ്ഥാപിച്ചത്, സന്യാസൻ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചത്. ഫോർമേഷൻ ഓഫ് ഗുമിയാങ്താങ് പാർട്ടിയുടെ രൂപീകരണം ഏത് വർഷമാണ്, 1912. മെയ് 4th മൂവ്മെന്റ്, മെയ് 4 പ്രസ്ഥാനം ഏത് വർഷമാണ്, 1919. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫൗണ്ടർ അല്ലേ, ഏത് വർഷമാണ്, 1921. ഡെത്ത് ഓഫ് സന്യാസന്റെ മരണം ഏത് വർഷമാണ്, 1925. ലോങ് മാർച്ച് ഏത് വർഷമാണ്, 1934. റിപ്പബ്ലിക് ഓഫ് പീപ്പിൾ ചൈന അല്ലെ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെ, ജനകീയ ചൈന റിപ്പബ്ലിക് സ്ഥാപിച്ചത് ഏത് വർഷമാണ്, 1949. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് മൂവ്മെന്റ്, മഹത്തായ കുതിച്ചുചാട്ടം എന്നൊക്കെ വിളിക്കുന്ന പ്രസ്ഥാനം ആരംഭിച്ച ഏത് വർഷമാണ്, 1958. ടോക്കിയോ ഒളിമ്പിക്സ് 1964. കൾച്ചർ റെവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവം ഏത് വർഷമാണ്, 1966 ആണ് കേട്ടോ. ഈ ടോക്കിയോ ഒളിമ്പിക്സിന്റെ സെയിം ഇയർ തന്നെയാണ് ജപ്പാനിലെ ഫസ്റ്റത്തെ ബുള്ളറ്റ് ട്രെയിനും ഉണ്ടായത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇതിൽ ഏതെങ്കിലും 4 സംഭവങ്ങൾ തരും. അപ്പോൾ ഇതൊക്കെ ഓരോ വർഷത്തിലും നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു തവണ എന്ത് ചെയ്യാണ്, ഈ 4 സംഭവങ്ങൾ നിങ്ങളോട് ഓർഡറിലാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇയർ തന്നിട്ടുണ്ടാവില്ല. മേക്ക് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന ക്വസ്റ്റ്യൻ വരിക. താഴെ പറയുന്ന സംഭവങ്ങളെ നിങ്ങളോട് കാലഘടനാക്രമത്തിൽ എഴുതാൻ പറയും. അപ്പോൾ ഈ സംഭവങ്ങളൊന്ന് ഓർഡറിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യണം. കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് വെച്ചാൽ ഒരു സന്തോഷം. അതേപോലെ അടുത്ത സംഭവം, അടുത്തായിട്ട് രണ്ടാമത്തെ മറ്റൊരു തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ സംഭവങ്ങളെ ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ ടൈപ്പ് ചെയ്യട്ടോ. അടുത്താണിത്, ഇതെന്താണ്, മൂന്നാമത്താണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്ത് കേട്ടോ. അടുത്താണ് എന്ത്, അടുത്ത 3 കേട്ടോ. അപ്പോൾ ഈ 3 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കറക്റ്റായി ടൈപ്പ് ചെയ്തിട്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിന് ചോദിക്കുക. നന്നായി പഠിച്ചു വെക്കണം, ഉഷാറായി പഠിച്ചു വെക്കണം. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ nafi.edupod നിങ്ങൾ ചോദിക്കുക. മോഡൽ എക്സാമിന് ഒരു കാരണവശാലും നിങ്ങൾ സില്ലി ആയിട്ട് കാണരുത്. മോഡൽ എക്സാമിന് ഒരു കാരണവശാലും നിങ്ങൾ ലഘൂകരിച്ച് കാണരുത്. മോഡൽ എക്സാമിനെ നിങ്ങൾ സീരിയസ് ആയി കാണണം. കാരണം മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് എക്സാം സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾ ആൻസേഴ്സ് കറക്റ്റ് ചെയ്താൽ എല്ലാവർക്കും മോഡൽ എക്സാം ഈസി ആവട്ടെ, പബ്ലിക് എക്സാം ഈസി ആവട്ടെ.
ബൈ.